നമ്മുടെ വിനോദസഞ്ചാര മേഖലയിൽ വളരെ പ്രാധാന്യമുള്ള സ്ഥലമാണ് തേക്കടി. മലഞ്ചരക്കിന്റെയും സുഗന്ധവ്യഞ്ജന വ്യാപാരത്തിന്റെയും പ്രമുഖ കേന്ദ്രമായ കുമളിയിൽ നിന്ന് 22 കിലോമീറ്റർ അകലെയുള്ള തമിഴ്നാട്ടിലെ കമ്പത്തേക്ക് ഒരു ബൈക്ക് റൈഡ് പോവുകയാണ് ഇന്ന്. ഇടതൂർന്ന വനത്തിലൂടെ 18 ഹെയർപിൻ വളവുകളും അരുവികളുമൊക്കെ പിന്നിട്ട് മുല്ലപ്പെരിയാറിന്റെ പെൻസ്റ്റോക്ക് പൈപ്പുകളുമൊക്കെ കണ്ടാണ് യാത്ര. കമ്പം ബസ് സ്റ്റാൻഡും ടൗണുമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കമ്പത്തെ ചൊവ്വ മാർക്കറ്റിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര. കുമളിയിൽ നിന്ന് കമ്പം വരെയുള്ള ഈ പോക്കാണ് വളരെ രസകരം. നമ്മൾ കുമളിയിൽ നിന്ന് യാത്ര തിരിക്കുകയാണ്. രാവിലെ 8 മണി സമയമാണ്. വലിയ തിരക്കൊന്നുമില്ല. ഈ ഭാഗത്താണ് സുഗന്ധവ്യഞ്ജന വസ്തുക്കൾ വിൽക്കുന്ന ധാരാളം കടകളുള്ളത്. കുറെ കൂടി മുമ്പോട്ട് പോകുമ്പോൾ തേക്കടി കവലയിലെത്തും. ഇവിടെ നിന്ന് വലത്തേക്ക് തിരിഞ്ഞാൽ തേക്കടി റോഡായി. ആ കാറ് പോകുന്നതാണ് തേക്കടി റോഡ്. ഒരു പിയാത്ത ശില്പവും കാണാം. കുമളി ടൗണിന്റെ പ്രധാന ഭാഗങ്ങളാണ്. വലതുവശത്ത് കാണുന്നത് ബസ് സ്റ്റാൻഡാണ്. ഇതാണ് കേരള തമിഴ്നാട് അതിർത്തി. ഇവിടെ തമിഴ്നാട് പുതിയതായി ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് മന്ദിരം. നമുക്കതൊന്ന് നോക്കിയിട്ട് വരാം. ബസ് സ്റ്റാൻഡൊക്കെ തുടങ്ങി വരുന്നതേയുള്ളൂ. ഇവിടെ ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇനിയുള്ള യാത്ര ലോവർ ക്യാമ്പ് വരെ വനത്തിനുള്ളിലൂടെയാണ്. വഴിയിലുടനീളം കുരങ്ങന്മാരെ കാണാം. ഇവിടെ മുതൽ നമ്മൾ ചുരമിറങ്ങാൻ ആരംഭിക്കുകയാണ്. മരങ്ങളുടെ നിഴൽ വീണ തിരക്കില്ലാത്ത റോഡിലൂടെയുള്ള റൈഡ് നല്ല രസകരമാണ്. ഈ പാലത്തിൽ വെച്ചാണ് പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ ആദ്യത്തെ കാഴ്ച ലഭിക്കുന്നത്. മുല്ലപ്പെരിയാറ്റിലെ വെള്ളം ലോവർ ക്യാമ്പിലെ പെരിയാർ പവർ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന പൈപ്പുകളാണ്. സെക്കൻഡിൽ പരമാവധി 1800 ക്യൂബിക് ഫീറ്റ് വെള്ളം കൊണ്ടുപോകാനുള്ള ശേഷിയുണ്ട് ഈ പൈപ്പുകൾക്ക്. വളവുകൾ ധാരാളമുള്ളതുകൊണ്ടും ചിലയിടങ്ങളിൽ വീതി കുറവുള്ളതുകൊണ്ടും അപകട സാധ്യതയുള്ള റോഡാണ്. തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിലെ ഏലത്തോട്ടങ്ങളിലേക്ക് പണിക്കാരെയും കയറ്റി വരുന്ന ജീപ്പുകൾ നേരം പുലരുമ്പോൾ തന്നെ ഒരു കോൺവോയ് ആയി ഇതിലെ കയറി വരും. ചില സമയങ്ങളിൽ അവ 100 കണക്കിന് വരും. ഈ സമയത്തും വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ അപകടം സംഭവിക്കാം. വീണ്ടും പെൻസ്റ്റോക്ക് പൈപ്പുകൾ കടന്നു. ഈ വളവിൽ ഒരു വേളാങ്കണ്ണി കുരിശുപള്ളിയുണ്ട്. വഴിത്തുണൈ മാതാപ്പള്ളി. ഒരു എസ് വളവിന്റെ നടുക്കായി വലിയൊരു ആൽമരത്തിന്റെ ചുവട്ടിലൊരു പള്ളി. വളരെ മനോഹരമാണ് ഈ സ്ഥലം. വണ്ടിയിൽ വരുന്നവരൊക്കെ നേർച്ചയിട്ടിട്ട് പോകുന്നു. വീണ്ടും താഴേക്ക് ചെല്ലുമ്പോൾ ഇറച്ചിൽ പാലം എന്ന സ്ഥലം കാണാം. പാറക്കെട്ടുകൾക്കിടയിലൂടെ ഒരു മനോഹരമായ അരുവി കടന്നു പോകുന്നു. കുറെ കൂടി ചെല്ലുമ്പോൾ പെരിയാർ പവർ സ്റ്റേഷന്റെ ബോർഡ് കാണാം. ഇങ്ങോട്ടാണ് ആ പൈപ്പുകളെല്ലാം വരുന്നത്.
ഇവിടെ നിന്ന് നമ്മൾ ലോവർ ക്യാമ്പിലേക്ക് കടക്കുകയായി. ഇതാണ് ലോവർ ക്യാമ്പ് ജംഗ്ഷൻ. കിലോമീറ്ററുകൾ നേർരേഖയിലുള്ള റോഡ്. ഇവിടെ ഒരു ചെറിയ അണക്കെട്ടും പവർ സ്റ്റേഷനും ഒക്കെ ഉണ്ട്. ഇത് നമ്മൾ ലോവർ ക്യാമ്പ് അക്വാഡക്റ്റ് എന്ന വീഡിയോയിൽ കണ്ടതാണ്. ഇവിടെ ഇടത്തേക്കു തിരിഞ്ഞാണ് ആ തൊട്ടിപ്പാലത്തേക്ക് പോകേണ്ടത്. നമ്മൾ വാഴത്തോട്ടങ്ങൾക്കിടയിലൂടെ നേരെ പോവുകയാണ്. വഴിയരികിൽ വലിയൊരു മാവിൻ തോട്ടം കണ്ടു. ഒരേ തോട്ടത്തിൽ തന്നെ കായ്ച്ചു നിൽക്കുന്നതും പൂത്തു നിൽക്കുന്നതുമായ മാവുകൾ. ഒരു കന്നുകാലിക്കൂട്ടം വഴി നിറഞ്ഞു വരുന്നുണ്ട്. നമ്മളെ മറിച്ചിടാതിരുന്നാൽ ഭാഗ്യം. ഗൂഢല്ലൂർ എന്ന ചെറിയൊരു പട്ടണത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇതിന് ചുറ്റുപാടും കാർഷിക ഗ്രാമങ്ങളാണ്. ഇവിടെ നിന്ന് വലത്തേക്കു തിരിഞ്ഞ് കോടിലിംഗം, സുരുളി വെള്ളച്ചാട്ടം എന്നിങ്ങനെയൊക്കെ പോകാൻ കഴിയും. വീണ്ടും നമ്മൾ ബൈപ്പാസ് റോഡിലേക്ക് കയറി. ജെനീസിന്റെയും MRSന്റെയും ഒക്കെ മുന്തിരിപ്പാടങ്ങളുള്ള സ്ഥലമാണിത്. അപ്പാച്ചിപ്പണ്ണൈ. മുന്തിരിപ്പാടത്തിന്റെയും MSR പാർക്കിന്റെയും ഒക്കെ വീഡിയോ പ്രത്യേകം ചാനലിൽ ചേർക്കുന്നതിനാൽ ഇപ്പോൾ നമ്മൾ ഇവിടെ ഇറങ്ങുന്നില്ല. ബൈപ്പാസിൽ നിന്ന് ഇവിടെ വലത്തേക്കു തിരിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് നമ്മൾ കമ്പം ടൗണിലേക്ക് കടക്കുകയാണ്. ബൈപ്പാസിലൂടെ നേരെ പോയാൽ തേനിയിലെത്തും. കമ്പം നഗരത്തിലൂടെയാണ് ഇപ്പോൾ നീങ്ങുന്നത്. വലതുവശത്തു കാണുന്ന ഈ ജംഗ്ഷനിൽ നിന്ന് സുരുളിയിലേക്ക് ബസ് സർവീസ് ഉണ്ട്. കമ്പം ടൗണിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റി ബസ് സ്റ്റാൻഡിലേക്ക് പോകാം. ഇവിടെ വൺ വേ വലത്തേക്ക് തിരിഞ്ഞ് പോകണം. മരം ഉരുപ്പടികളൊക്കെ വിൽക്കുന്ന ഏരിയയാണിത്. ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇതാണ് ബസ് സ്റ്റാൻഡ്. കേരള ബസ്സുകളൊക്കെ ഈ ഭാഗത്താണ് പാർക്ക് ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്നു തന്നെ ബൈക്കുകൾക്കായി പെയ്ഡ് ആൻഡ് പാർക്ക് സംവിധാനം പ്രവർത്തിക്കുന്നു. ഇപ്പോഴും 50 രൂപയ്ക്ക് നല്ല ഉച്ചയൂണ് ലഭ്യമാകുന്ന ഒരു ഹോട്ടൽ കാണിച്ചു തരാം. ജെനീസിന്റെ ഹോട്ടലാണ്. ചിക്കൻ കുളമ്പും മീൻ കുളമ്പും രസവും കൂട്ടുകറിയും അപ്പളവും ഒക്കെ ചേർന്ന നല്ല രുചികരമായ ശാപ്പാട്. ബസ്സുകൾ പുറത്തേക്ക് വരുന്ന റോഡിനോട് ചേർന്നാണിത്. ജെനീസിൽ നിന്ന് ശാപ്പാടൊക്കെ കഴിച്ച് നമ്മൾ ഇനി കമ്പത്തെ ചൊവ്വാവാര മാർക്കറ്റിലേക്കാണ് പോകുന്നത്. ആഴ്ചയിൽ ഒരിക്കൽ മാത്രം പ്രവർത്തിക്കുന്ന ഈ മാർക്കറ്റിലെ വിഭവങ്ങളും വിശേഷങ്ങളും അടുത്ത എപ്പിസോഡിൽ.